എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് നർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലൈമാറ്റിക് ഒരു ഫീൽ വരണം. അത് കഴിഞ്ഞ് തിരുമ്പോൾ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഗ്രാഫ് ആ സീന് വരണം. എൻ്റെ റെഫറൻസുകളെല്ലാം ഷാജി ഏട്ടനെയും ജോഷി സാറിൻ്റെ ഒക്കെ പടങ്ങളാണ്. അത് അവരാണ് അതിൻ്റെ മാസ്റ്റേഴ്സ്. He was narrating and I was just shaking my head like this. Then I started shaking my head like this. After some time my neck was paining and I said, okay Gino, stop, let's just have some food. Let's call Prithviraj. ജിനുവിൻ്റെ ഇംഗ്ലീഷും വിവേകിൻ്റെ മലയാളവും ഒരേ നിലവാരമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ കടുവ തന്നെയാണ്. മൂപ്പരി കുറെ വർഷം കഴിഞ്ഞൊരു മലയാള സിനിമ കിട്ടിയതിന്റെ കംപ്ലീറ്റ് കാട്ര സാറിനാന്ന് കനൽ കണ്ണൻ യാറിന് കാട്ര സാറിന് പറഞ്ഞിട്ടാണ് മൂപ്പര് വന്നത്. സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന തോന്നൽ ഉണ്ടാക്കേണ്ടത് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മളിനി വിചാരിക്കാൻ പാടില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ശരിയാണ്. The Q ഷോ ടൈമിൽ പൃഥ്വിരാജ്, സുകുമാരൻ, വിവേക് ഒബ്രോയ്, വെൽക്കം. താങ്ക് യു. ഈ മലയാള സിനിമയുടെ സമീപകാലത്തെ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും പെർട്ടിക്കുലർ ട്രെൻഡുകളെ ഫോളോ ചെയ്യുന്നതായി കാണാറുണ്ട്. ത്രില്ലർ സിനിമകളുടെ ഒരു കുത്തൊഴുക്ക് പോലെ ഒരുപാട് സിനിമകൾ വരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്രേക്കിൽ കോമഡി ഡ്രാമകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും ഈ പറഞ്ഞ പോലെ ഒരു ലാർജ് സ്കെയിൽ ഫോർമാറ്റുള്ള സിനിമകൾ വളരെ കുറവായിരുന്നു. അവിടെ കടുവ പോലൊരു സിനിമ പ്ലേസ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ള എസ്റ്റാബ്ലിഷ്ഡ് ഒരു മാസ് സിനിമകളുടെ ഫ്രെയിം വർക്കിൽ തന്നെ വരുന്ന ഒരു സിനിമയായിട്ടാണ് കടുവ വരുന്നത്. ഈ മാസ് മസാല ആക്ഷൻ അഡ്വർടൈസിൻ്റെ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് മോർ ഓർ ലെസ് സിമിലർ ആയിരിക്കും. നമ്മളത് അംഗീകരിച്ചേ പറ്റും. ദർ വിൽ ബി ഒരു ഫ്രെയിം വർക്ക് വുഡ് ബി ഒരു സ്റ്റോറി ഗ്രാഫൊക്കെ അതിനൊരു ഫെമിലിയാരിറ്റി ഉണ്ടാകും. പക്ഷേ അതിനുള്ളിൽ ആ ഫ്രെയിം വർക്കിനുള്ളിൽ ഒരുപാട് കഥകൾ പറയാം. ഒരുപാട് വ്യത്യസ്തമായ കഥകൾ നമുക്ക് പറയാൻ പറ്റും. കടുവ ആ ഫ്രെയിം വർക്ക് ഉണ്ടെങ്കിലും ആ ഫെമിലിയാരിറ്റി ഉണ്ടെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാണാൻ ആഗ്രഹിക്കുന്ന അത്തരം മാസ് ആക്ഷൻ എൻ്റർടൈനേഴ്സിൻ്റെ എല്ലാ ചേരുവകളും ഉണ്ടെങ്കിലും ആ കഥയ്ക്കുള്ളിൽ ഫ്രഷ്നെസ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കഥാ പുരോഗതിയുടെ പല പോയിന്റുകളിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില ഡീവിയേഷൻസും നമ്മൾ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള ചില കഥാസാഹചര്യങ്ങളും ഒക്കെ ഉള്ള സിനിമ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ആത്യന്തികമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മലയാളത്തിൽ എവിടെയോ എപ്പോഴോ ഉറങ്ങിപ്പോയൊരു ജോണറിനെ ഉണർത്തുന്നൊരു സിനിമയാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. നമ്മൾ മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. ഒരുപാട് റിയലിസ്റ്റിക് ആയിട്ടുള്ള, സെറിബ്രൽ ആയിട്ടുള്ള, സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള സിനിമകൾ കൺസിസ്റ്റൻ്റ്ലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇപ്പോൾ. പക്ഷെ നമ്മൾ എവിടെയോ കൈവിട്ടത് ഈ ജോണറിനെയാണ്, ഈ മാസ് ആക്ഷൻ എൻ്റർടൈനേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇൻ ടേംസ് ഓഫ് മൗണ്ടിങ്, ഇൻ ടേംസ് ഓഫ് സ്കെയിൽ, ഇൻ ടേംസ് ഓഫ് മണി, ലോജിസ്റ്റിക്സ് ഏറ്റവും ബുദ്ധിമുട്ട് ഇത്തരം സിനിമകൾ ചെയ്യാനാണ്. ഏറ്റവും കൂടുതൽ എഫേർട്ടും ഇത്തരം സിനിമകൾ ചെയ്യാനാണ്. അത് കടുവ ചെയ്തപ്പോൾ നമ്മൾ നേരിട്ടറിഞ്ഞതാണ്. ആക്ച്വലി നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഡക്ഷൻ ഹൗസ് ഏറ്റവും കൂടുതൽ ദിവസം ഷൂട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കിയ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ചെയ്യുന്ന സിനിമ കടുവ തന്നെയാണ്. പക്ഷേ ഇത്തരം സിനിമകളും ഉണ്ടാകണം ഒരു ഇൻഡസ്ട്രിയിൽ എന്ന ആഗ്രഹം എനിക്കുണ്ട്. ഇപ്പം നമ്മളെപ്പോഴും കേട്ട് വരുന്നൊരു നെറേറ്റീവാണ് ആക്ഷൻ എൻ്റർടൈനറുകൾ കാണണമെങ്കിൽ തമിഴ് പടമോ തെലുങ്ക് പടമോ ഒക്കെ കാണണം. അതെന്താ മലയാളത്തിൽ സംഭവിച്ചൂടെ? മലയാളത്തിൽ എടുത്തൂടെ? അതിനുള്ള സ്കില്ല് നമുക്കുണ്ട്, അതിനുള്ള ആക്ടേഴ്സ് നമുക്കുണ്ട്, അതിനുള്ള ടെക്നിക്കൽ ഫിനസ് നമുക്കുണ്ട്. സോ അത്തരത്തിലുള്ളൊരു സിനിമയുടെ ഒരു റീഅവേക്കനിങ് ആകട്ടെ കടുവ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആത്യന്തികമായിട്ടൊരു മാസ് ആക്ഷൻ എൻ്റർടൈനർ തന്നെയാണ്. എന്നാൽ ഒരു 5-6 ഫൈറ്റ് മാത്രം നന്നായിട്ട് എടുത്തിട്ട് അതിനിടയിലുള്ളതെല്ലാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കുറേ കാര്യങ്ങൾ ചേർത്ത് വെക്കുന്നൊരു സിനിമയും അല്ല. അപ്പോൾ ഐ ഹാവ് ഹൈ ഹോപ്സ്. ഈ സിനിമ വലിയ രീതിയിൽ വർക്കാകണമെന്ന് ആഗ്രഹിക്കാൻ കാരണങ്ങൾ പലതാണ്. അതിലൊരു സവിശേഷമായ കാരണം, ഈ സിനിമ വർക്കാവുകയാണെങ്കിൽ ഇത്തരം വലിയ ലാർജ് സ്കെയിൽ മാസ് ആക്ഷൻ എൻ്റർടൈനേഴ്സ് മലയാളത്തിൽ ഇനിയും ഉണ്ടാകുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അതുണ്ടാകണം. മലയാള സിനിമയ്ക്ക് അങ്ങനത്തെ സിനിമകളും വേണം. ഇൻഡസ്ട്രി വളരാനും അത്തരം സിനിമകൾ തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ എനിക്ക് ഇത് കേൾക്കുമ്പോൾ എനിക്കൊരു ഉള്ളിലൊരു ചെറിയൊരു കൊള്ളലുണ്ട്. അതായത് ഈ ആക്ഷൻ എൻ്റർടൈനേഴ്സ് കാണണമെങ്കിൽ മലയാള സിനിമ കാണണ്ട. അങ്ങനെയല്ലല്ലോ. മലയാളത്തിൽ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്താ? ഇപ്പോൾ ഇതിൻ്റെ ഒരു കടുവയുടെ ഒരു ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ അതിലൊരു ജീപ്പിന്റെ മുകളിലിരിക്കുന്ന കുറുവച്ചനെ കാണിച്ചിരുന്നു. അന്ന് എല്ലാവരും പെട്ടെന്ന് കണക്ട് ചെയ്ത് താന്തോന്നിയിലെ കൊച്ചുകുഞ്ഞായിട്ടായിരുന്നു. അന്നത്തെ ഈ വടക്കൻവേടി കൊച്ചുകുഞ്ഞായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഒരു 12 വർഷം കഴിഞ്ഞിട്ട് കടുവ പോലൊരു സിനിമ വരുന്നു. ഓൾമോസ്റ്റ് സെയിം ബാക്ക് ഡ്രോപ്പ് വരുന്നുണ്ട്, ഒരു ക്രിസ്ത്യൻ ബാക്ക് ഡ്രോപ്പ് വരുന്നുണ്ട്. അവിടെ കോട്ടയം ലാൻഡ്സ്കേപ്പിൽ പ്ലേസ് ചെയ്യുന്നുണ്ട്. അന്ന് കൊച്ചുകുഞ്ഞിൽ നിന്ന് ഇന്നിപ്പോൾ കുറുവച്ചൻ എത്തി നിൽക്കുമ്പോൾ ഈ 2 ക്യാരക്ടേഴ്സിലോട്ടും അഡാപ്റ്റ് ചെയ്യുന്ന പൃഥ്വിരാജിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ? രണ്ടും ഓൺ പേപ്പർ ക്യാരക്ടർ ഡീറ്റെയിലിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കൊച്ചുകുഞ്ഞ് ഒരു ഭാഗത്ത് ഭയങ്കര കാരിക്കേച്ചറിഷ് ആയിട്ട് ഇറിറ്റേറ്റിംഗ്ലി ലൗഡായ ഒരു കള്ളുകൂടിയൻ മുടിയനായ പുത്രനായ
കൊച്ചുകുഞ്ഞും. എന്നാൽ അയാൾ ഹൈഡ് ചെയ്യുന്ന അയാളുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അയാളൊരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുന്നതിന് അപ്പുറമാണ് അയാൾ ഈ കളി കളിക്കുന്നത് എന്നുള്ള അത്തരമൊരു. അപ്പോൾ ടി.എ. ഷാഹിദിൻ്റെ ബ്രീഫും വളരെ ഇങ്ങനെയായിരുന്നു. അതായത് ഒരു ആദ്യത്തെ പകുതിയിൽ ഭയങ്കര ഒരു ലൗഡായിട്ട് ഇറിറ്റേറ്റിംഗ് ആയിട്ട് ആ കുടുംബക്കാർക്ക് അവനെ കാണുമ്പോൾ തന്നെ ഇവൻ പിന്നെ വന്നല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളായിട്ടും സെക്കൻഡ് ഹാഫിലാണ് അയാൾ മറ്റെന്തോ ആണെന്ന് നമ്മൾ പറയുന്നത്. ഇതങ്ങനൊന്നുമല്ല. കടുവാക്കുന്നിൽ കുറുവച്ചൻ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ആംബിഷ്യസ് ആയ സക്സസ്ഫുൾ ആയ ഒരു യങ് പ്ലാനറാണ്. അയാളുടെ കുടുംബക്കാർക്കും നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാം അയാൾ വലിയ സഹായിയും ഒരു ഹീറോയുമാണ് അയാൾ. അയാളുടെ എൻ്റർപ്രൈസിൽ അയാളുടെ പ്ലാന്റേഷൻ ബിസിനസ്സിൽ അയാൾ ഭയങ്കര ചെറിയ പ്രായത്തിൽ സക്സസ് കണ്ട ഒരാളാണ്. കുറുവച്ചൻ്റെ അതേ ഇടവകയിലുള്ള കുറുവച്ചൻ്റെ സുഹൃത്താണ് ജോസഫ് എന്ന് പറയുന്ന വിവേക് ചെയ്യുന്ന ക്യാരക്ടർ. ഈ രണ്ട് കഥാപാത്രങ്ങൾക്കിടയിലുള്ള കഥയാണ് കടുവ എന്ന് പറയുന്ന സിനിമ. Although the film carries the title which is an abbreviation of my name, my character's name, the film is not about Kaduva Kunnel Kuruvachan. It is about both these characters. അപ്പോൾ അതുകൊണ്ടാണ് വിവേകിനെ പോലൊരു ആക്ടർ തന്നെ ക്യാരക്ടർ ചെയ്യണം എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. Coming to Vivek, you have earlier mentioned that Prithvi gave a phone narration for Lucifer, and coming to Kaduva, the same thing happens. We tried to do it the right way. He sent the writer, he sent Gino to meet me and everything, but അതൊരു ദുരന്തമായിരുന്നു. So yeah, it was quite funny because Gino was narrating and I was just shaking my head like this. Then I started shaking my head like this. After some time my neck was paining. I said, okay, Gino, stop, let's just have some food. Let's call Prithvi. ജിനുവിന്റെ ഇംഗ്ലീഷും വിവേകിന്റെ മലയാളവും ഒരേ നിലവാരമാണ്. Amazing translation. New language was coming out. But overall, I just loved the thought. I loved the thought that there are two guys that write from their own way. I mean, Kaduva, what I like about the script, what Gino's written. See, the texture of the film is a massy Shaji Kailas film, low angle, larger than life cinema, two titans clashing and all. But if you just look at the bare bones, if you look at the skeleton of the script, you can choose to look at either side. You can see from Joseph's side, and Joseph is the protagonist. Yeah. Okay. If you see from Kaduva's side, Kaduva is the protagonist. So they're actually two guys. Neither of them has done anything definitively wrong. It's almost one of those things that the fight has become so big, but people don't even remember who started it. You know, it's like one of those things. You did this, you did that, I did this. And it kept building. And then at some point you go out of hand. You go to such a point that you end up destroying. It's like mutually assured self-destruction. What was that brief he gave you through phone? Come and do this film for me. Yeah, you know, and, the relationship I have and the trust I have with Prithvi and since from Lucifer to now is such that I feel, because see, people don't realize how difficult the character Bobby was. So difficult as a character, and you needed a director like him to take me through each moment, you know. And that created so much trust as an actor. It created a lot of trust in him. I knew that if he's saying something, it'll work, it'll happen. Even in a film like Kaduva, it's a very difficult stand. The way I've played Joseph, Kaduva is larger than life. The way Prithvi's played him, he's played him larger than life, you know, with stuff flying through the air and all of that. Joseph is actually anchored. He's a real anchored character. He's not something that I've played in the past larger than life. I've played, say, Shootout and Lokanwala. I've played all those kind of characters. And that's a lot like what Prithvi's interpretation of Kaduva is. It's larger than life, right? He's sitting on that, car waiting for people. But Joseph, you can actually pull him out of this film and put him into any other genuine, like regular Malayalam film, and he'll still look the same. Because he's a real character carrying the dignity of a policeman. He's not a gunda. He's a genuine guy. But he's lost the plot so much. You know, Vinashakale Viprita Buddhi, they say. You know? So at a time where he's going... That's Malayalam. Is it? Yeah. Okay. So he's going crazy, and I think that's where he's making the mistakes. So again, a very interesting role, and I chose to play this interpretation, and they were all very supportive. ഇപ്പോൾ ഷാജി കൈലാസിനെ പറ്റി പറഞ്ഞപ്പോൾ ഷാജി കൈലാസ് സിനിമകളുടെ ഒരു ഫോർമാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ സീക്വൻസ് ബിൽഡ് ചെയ്യണ പോലെ ഒരു പാറ്റേൺ പലപ്പോഴും ഫോളോ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഷോട്ടുകളിൽ പോലും പലപ്പോഴും ഇപ്പോൾ വലിയേട്ടനിൽ തന്നെ സ്റ്റിൽ ഫ്രെയിമിൽ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്ന ഷോട്ടുകളൊക്കെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നതാണ്. ഒരുപാട് ക്ലോസുകൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഷാജി കൈലാസിന്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ പൃഥ്വിരാജ് സുകുമാരൻ അഭിനയിക്കുമ്പോൾ അതിലൊരു ഫാൻ ബോയ് മൊമെന്റ് കൂടെ വരുന്നുണ്ട് ഒരു ആക്ടർ എന്നതിനപ്പുറം. തീർച്ചയായിട്ടും ഉണ്ട്. എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ടുള്ള ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് ഷാജി ഏട്ടൻ. ആൻഡ് ഈവൻ ടുഡേ ഐ ബിലീവ് മലയാള സിനിമയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ
അറ്റ് വൺ പോയിന്റ് മുഖ്യധാര മലയാള സിനിമയുടെ ഫിൽം മേക്കിംഗ് ലാംഗ്വേജിൽ സിംഗിൾ ഹാൻഡഡ്ലി ഒരു ഡിഫറൻസ് കൊണ്ടുവന്ന ഒരു ഡയറക്ടറാണ് ഷാജി കൈലാസ്. അദ്ദേഹത്തിൻ്റെ ഫിൽം മേക്കിംഗ് അദ്ദേഹം വന്ന സമയത്ത് ജെനുവിൻലി ന്യൂ ആയിരുന്നു. എല്ലാവരും ഐ റിമെമ്പർ ഇപ്പോഴും ഡയറക്ടർ ധരണിയൊക്കെ ഇല്ലേ, തമിഴ് ഡയറക്ടർ ധരണിയൊക്കെ, അവരൊക്കെ ഷാജിയേട്ടനെ പറ്റി സംസാരിക്കുന്നത് കേൾക്കണം. അപ്പം നമുക്ക് മനസ്സിലാകുമ്പോൾ ആ ജനറേഷനെ എത്രത്തോളമാണ് ഷാജിയേട്ടൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, ഇൻസ്പയർ ചെയ്തിട്ടുള്ളതെന്ന്. എൻ്റെയും ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഷാജിയേട്ടൻ്റെ ആബ്സല്യൂട്ട് മാസ്റ്ററി എന്ന് ഞാൻ കരുതുന്നത് ഡയലോഗ്സ് ഷൂട്ട് ചെയ്യുന്നതാണ്. ഞാൻ പലപ്പോഴും പല ന്യൂ ഏജ് ഫിൽം മേക്കേഴ്സും ഒരു ഷുവർ ഫുട്ടഡ് അല്ലാതാവുന്നത് കണ്ടിട്ടുള്ളത്. ഇപ്പം 4 കസേരയിട്ടിരിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംസാരിക്കുന്ന ഒരു 8 പേജ് സീൻ ഉണ്ടെങ്കിൽ ഒരു പോയിന്റ് കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് ഷോർട്ട് ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് തന്നെ 4 പേര് കസേരയിട്ടിരുന്ന് സംസാരിക്കുന്ന സീനിൽ തന്നെ ആ സീൻ ഒരു ഗ്രാഫ് വേണം, അത് കാണുന്ന ആൾക്കാർക്ക് ഒരു രോമാഞ്ചം ഫീൽ ചെയ്യണം, ആ സീൻ ഒരു ക്ലൈമാറ്റിക് ഒരു എൻഡ് വേണം, അതിലേക്കൊരു ബിൽഡപ്പ് വേണം എന്നൊക്കെ ആണെങ്കിൽ അയ്യോ ശരി ഒരു മിഡ് എടുക്കാം, ക്ലോസ് എടുക്കാം, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ന്യൂ ഏജ് ഫിൽം മേക്കേഴ്സിനും ഡയലോഗ്സ് ഇഷ്ടമല്ല. അതായത് ഡയലോഗ്സ് കുറയ്ക്കാം. അവർ വന്ന് ഒരു വണ്ടി വരുന്നു, ചാടി ഇറങ്ങുന്നു, വെടിവെക്കുന്നു, പോകുന്നു, അതൊക്കെ ക്ലീൻ, അവർക്ക് കൃത്യം ഷോർട്ട് ഡിവിഷൻ അറിയാം, സ്ലോ മോഷൻ. ഇത് വരുമ്പോൾ കുഴപ്പമാണ്. കാരണം ഡയലോഗ്സ് ഷൂട്ട് ചെയ്യുമ്പോൾ ഹൈ സ്പീഡ് എടുക്കാനുള്ള ലിബർട്ടി ഇല്ല, നമുക്ക് സ്ലോ മോഷനിലേക്ക് പോകാനുള്ള ലിബർട്ടി ഇല്ല, ക്ലിയർ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, ക്യാരക്ടേഴ്സ് പറയുന്നത് കാണുന്ന പ്രേക്ഷകന് കൃത്യമായിട്ട് മനസ്സിലാകണം. അത് ഷാജിയേട്ടൻ മാസ്റ്റർ ആ കാര്യത്തിൽ. എങ്ങനെ ഒരു ഷോർട്ട് ഡിവൈഡ് ചെയ്ത് സീനിൻ്റെ ടെമ്പോ ഇങ്ങനെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. ഞാൻ എപ്പോഴും പറയും, ലൂസിഫറിൽ ബോബി സ്റ്റീഫനെ വിളിച്ചു വരുന്ന ഒരു സീനുണ്ട് ഓഫീസിലേക്ക്. അപ്പോൾ അവിടെ മഹേഷ് വർമ്മയും ബോബിയും സ്റ്റീഫനും 3 പേരും വന്ന് അതായത് പൊസിഷൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ആ സീനിൽ വേറെ ആക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഒന്നുമില്ല. ഒരു പോയിന്റിൽ ലാലേട്ടനൊന്ന് എണീറ്റൊന്ന് ഇപ്പുറത്തോട് നടക്കുന്നു എന്നുള്ളത് മാറ്റിയാൽ ആക്ടേഴ്സിൻ്റെ വേറെ മൂവ്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ സീനിൻ്റെ ഒരു ആവശ്യം എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ക്ലൈമാറ്റിക് ഒരു ഫീൽ വരണം. അത് കഴിഞ്ഞ് തിരുമ്പോൾ യുദ്ധം നന്മയും തിന്മയും തമ്മിലല്ല എന്നൊക്കെ പറയുന്ന അങ്ങനെ ഒരു ഗ്രാഫ് ആ സീന് വരണം. എൻ്റെ റെഫറൻസുകളെല്ലാം ഷാജിയേട്ടനെയും ജോഷി സാറിൻ്റെയൊക്കെ പടങ്ങളാണ്. അവരാണ് അതിൻ്റെ മാസ്റ്റേഴ്സ്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് ഷാജിയേട്ടനോട് വർക്ക് ചെയ്യുമ്പോൾ. ഇവിടെ കൊണ്ട് മോനെ ആ മോതിരം ഒരു താഴെ വെക്കുമ്പോൾ അതൊന്ന് ഇങ്ങോട്ട് വെച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോട്ട് കണ്ടിട്ടുണ്ട് അവിടെ, മനസ്സിലായില്ലേ? അത് ഐ സ്റ്റിൽ തിങ്ക് തിയേറ്ററിൽ ആൾക്കാർ ഇത് കാണുമ്പോൾ എൻജോയ് ചെയ്യും. ഇവിടെ നിന്ന് നമ്മൾ അതൊക്കെ പണ്ടത്തെ അല്ലേ എന്ന് നമുക്ക് വേണേൽ ജാടയ്ക്ക് പറയാം. പക്ഷെ ഇപ്പോഴും നമ്മളത് സ്ക്രീനിൽ കാണുമ്പോൾ അതുണ്ട്. അതാണ് ഷാജിയേട്ടൻ്റെ മാസ്റ്ററി. ആൻഡ് ഫോർ ദാറ്റ് ഹി സ്റ്റിൽ റിമെയിൻസ് ഐ ബിലീവ് എ വെരി വെരി സിഗ്നിഫിക്കൻറ്റ് ഫിൽം മേക്കർ. ഇത്രയും വലിയ ബ്രേക്ക് മലയാള സിനിമയിൽ ഷാജിയേട്ടൻ ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തായാലും ഈ പടം കൊണ്ട് ആ ബ്രേക്ക് അടുത്ത പടം നമ്മൾ ഉടനെ ചെയ്യാണ്. ഷാജിയേട്ടൻ്റെ അടുത്ത പടം ഉടനെ ഷൂട്ട് തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതിൽ പറഞ്ഞപ്പോൾ ഇതിനോട് ആഡ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ ഒരു നിർമ്മാതാവിന്റെ പെർസ്പെക്റ്റീവിലാണ് ചോദിക്കുന്നത്. കഴിഞ്ഞ സംവിധായകൻ തരുൺ മൂർത്തി ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, മലയാള സിനിമ കാണാനായിട്ട് ആളുകൾ എന്തുകൊണ്ട് കുറയുന്നു തിയേറ്ററുകളിൽ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ KGF-നും വിക്രമിനും RRR-നല്ല ഇവിടെ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുന്നുണ്ട്. വിക്രം പോലും 3rd വീക്കിൽ 150+ സെന്റേഴ്സിൽ തുടരുന്നുണ്ട്. ഈ ഒരു ഡിസ്കഷൻ അന്ന് ഓണാവുന്നു, പലരും അതിൽ ഒപ്പീനിയൻസ് പറയുന്നു. ഇതിനെ നിർമ്മാതാവ് എന്ന രീതിയിൽ പൃഥ്വി എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ജനഗണമനയ്ക്ക് എങ്ങനെ ഇത്രയും കളക്ഷൻ വന്നു? ഹൗ ഡിഡ് ജനഗണമന കളക്ട് സോ മച്ച്? അപ്പോൾ എന്താ വെച്ചാൽ മലയാള സിനിമയ്ക്ക് ആൾ കുറയുന്നു എന്നുള്ളത് ഒരു ജനറിക് ആയിട്ടുള്ള അൺഫെയർ ജനറലൈസേഷനാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ തരുണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചിട്ടില്ല. തരുൺ ഹാസ് എ പോയിന്റ് ഇൻ എ സെൻസ് ദാറ്റ് ഇന്നത്തെ കാലത്ത് വ്യൂയിങ് ബിഹേവിയറിൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ് ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നൊരു പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ ഫിൽം മേക്കേഴ്സിൻ്റെതാണ്. പണ്ടത്തെ പോലെ സിനിമ ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ ആ സിനിമയെക്കുറിച്ച് അറിഞ്ഞു വരുമല്ലോ, ആ ഒരു ലിബർട്ടി ഇന്നില്ല. കാരണം 4 weeks to 35 days-നുള്ളിൽ ഒരു സ്ട്രീമിംഗ് സർവീസിൽ ഒരു സിനിമ വരും. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി അത് തിയേറ്റേഴ്സിൽ ഒരു ല്യൂക്ക് വാം കളക്ഷനിൽ പോയി ഒരു 10 ദിവസം കഴിയുമ്പോൾ ആ സിനിമയെക്കുറിച്ചൊരു നല്ല അഭിപ്രായം എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ഒരാൾ ആ സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ ഇത് എന്നാ ഇറങ്ങിയത്, ഇത് 1-ാം തീയതി, അപ്പോൾ ഇനി അടുത്ത ആഴ്ച OTT-ൽ അപ്പം കാണാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രേക്ഷകനെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ സിനിമ റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണണം എന്ന് തോന്നിപ്പിക്കണം. അത് ബഡ്ജറ്റ് കൊണ്ടോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു വലിപ്പം കൊണ്ടോ തന്നെ അങ്ങനെ തോന്നിപ്പിക്കണമെന്നില്ല. ഇപ്പൊ എന്റെ തന്നെ മാനേജറായ ഹാരിസ് ദേശം പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയാണ് ജോ ആൻഡ് ജോ. അത് കളക്ട് ചെയ്തു. ആ സിനിമ ഒരു സക്സസ്ഫുൾ അത് സക്സസ്ഫുൾ സിനിമയാണ്. സോ ഇറ്റ് ഇസ് സംതിങ് അബൌട്ട് ദ കോണ്ടന്റ് ആൻഡ് ഹൗ യു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദി ഓഡിയൻസ്. അതിനെയും ഫിലിം മേക്കേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സിനിമ തിയേറ്ററിൽ പോയി കാണണം എന്ന തോന്നൽ ഉണ്ടാക്കേണ്ടത് സിനിമ കാണുന്ന പ്രേക്ഷകരുടെ തന്നെ ഉത്തരവാദിത്തമാണ് എന്ന് നമ്മളിനി വിചാരിക്കാൻ പാടില്ല. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് ശരിയാണ്. കമ്മിങ് ടു ജോസഫ് ചാണ്ടി, ആക്ച്വലി ജോസഫ് ഈസ് നോട്ട് സംവൺ ഫെമിലിയർ ടു യു.
even the culture, landscape, everything. So how easy was it to adapt to Joseph? Wasn't easy. I mean, it's never easy because firstly you think Kerala is a small state. Within that state itself, there are 5 different kinds of cultures. So you get very confused. We do this, we don't do this. We speak like this, we don't speak like this. So it's trying to get into a micro culture, not a Kerala culture, macro culture, but a micro culture within Kerala. That was a little challenging. But the advantage about Joseph was, Joseph is so well travelled, he's so well educated, he's spent so much time in Trivandrum. Like an IPS officer would be. You will meet an IPS officer, originally Mallu, but sitting in Delhi. You won't be able to tell he's Mallu, the way he behaves. So the advantage of Joseph like that is that slowly I feel that culture rubs off. When you're home, it comes back like a second nature. But when you are on duty, when you're at work, you're almost kind of rubbing off. So it was a very interesting play of being in between the two, right? So for me, things were very new. Like we were shooting in a church, and for the first time, because I've been to a church many times in Mumbai, but for the first time I saw people removing their shoes and chappals outside the church. And that was a new novelty to me. So for you guys it's normal. For you it's very normal. I remember നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കംപ്ലീറ്റ് വിവേക് എന്നോട് ചോദിക്കുന്നത് കഥാപാത്രത്തിനെ കുറിച്ചല്ല. വിവേകിന് അറിയേണ്ടത് കംപ്ലീറ്റ് ഈ kept on asking me about, tell me about Pala, what is this plantation belt, ഈ കുടിയേറ്റ കർഷകർ അതെന്താണ്, ഇവരെങ്ങനെയായിരിക്കും, വാട്ട് വുഡ് ബി, ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു സെക്കൻഡ് തേർഡ് ജനറേഷൻ 3 ജനറേഷൻ മുമ്പോട്ട് പോയാൽ all that he kept on asking me was that. So I realized he is trying to sort of nail this character down to അറിയാത്തൊരു ഒരു കൾച്ചറിലെ. I had a very similar experience when I was doing Aurangzeb in Hindi. So this Gurgaon based cop drama, and എനിക്ക് ഒരു പിടുത്തമില്ല. I had absolutely no clue what people like that would be. പക്ഷേ he's pulled it off. ലൈക്ക് ഇപ്പോൾ ഇതിനകത്ത് വിവേകിൻ്റെ അമ്മയോട് അഭിനയിച്ചിരിക്കുന്ന സീമാൻറ്റിയാണ്. സീമാൻറ്റി ആയിട്ടുള്ള സീൻസിലും യൂണിഫോം ഇട്ടുള്ള മറ്റ് സീൻസിലുമുള്ള ഡിഫറൻസ് ഒക്കെ ഈസ് പുൾ ഇറ്റ് ഓഫ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ലൈക്ക് ഐ ഡോണ്ട് നോ ഇഫ് ഐ വുഡ് ബി ഏബിൾ ടു ഡു ദാറ്റ് ഇഫ് ഐ ഗോ ആൻഡ് ഡു like a UP based drama. Thanks, man. Thanks. I mean, that exactly what he's saying was the attempt. I wanted to be like, and it helped because first day we were shooting, he's leaving his mother's house, and in that Contessa's dicky in the boot, they're putting jackfruit. They're putting things from the plantation in. So it helped me realize that that is that era, that is that culture. Now of course it's a lot more uniform. I mean, now somebody is in Kochi, they're like that there. മൊബൈൽ ഫോൺ പോലും ഇല്ലാത്തൊരു സമയത്താണ് ഈ കഥ നടക്കുന്നത്. അപ്പോൾ സോ ദ തിങ് ഇസ്, ഇന്നത്തെ പോലെ ഒരു യൂണിഫോമിറ്റി ഒന്നും അന്ന് വന്നിട്ടില്ല. അന്ന് അപ്പോഴും പാലയായിട്ടും കൊച്ചിയായിട്ടും തിരുവനന്തപുരമായിട്ടും ഒക്കെ തന്നെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതൊരു The world is getting smaller and smaller. ഇപ്പോൾ ഈ സിനിമ ഈ പറഞ്ഞൊരു എൻ്റർടൈൻ സ്വഭാവത്തിൽ മാസ് മൂവി എന്ന് പറയുമ്പോൾ ഇതിൽ ഫൈറ്റ് സീക്വൻസ് അതിന് കൃത്യമായൊരു പ്ലേസ്മെൻറ്റോടെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. കൃത്യമായിട്ട് ഇൻ്റർവെല്ലുകളിൽ ഫൈറ്റുകൾ അവിടെ വരുന്നു. ഇതിൻ്റെ ഒരു പേസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത്തരം ഫൈറ്റ് സീക്വൻസുകൾ പെർഫോം ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഒരുപാട് നാളെ ഇത്രയും ഇടിയുള്ള ഒരു നാടൻ ഇടിപ്പടത്തിൽ അഭിനയിച്ചിട്ടും നിങ്ങൾ തമ്മിലുള്ള ഫൈറ്റ് സീക്വൻസുകളും നിങ്ങളുടെ ഇതിനിടയിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും അതെല്ലാം എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തെടുത്തിരുന്നത്? ഫസ്റ്റ്ലി ആ ചോദ്യത്തിൻ്റെ ആദ്യ ഭാഗത്തിന് ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു ആക്ഷൻ പടം ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലാ 20 മിനിറ്റും അല്ലെങ്കിൽ എല്ലാ 40 മിനിറ്റും ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ക്രീൻ പ്ലേ എഴുതാൻ പറ്റില്ല നമുക്ക്. ആക്ച്വൽ ക്യാരക്ടർ ജേർണിയിൽ ഒരു അടി നടക്കും അല്ലെങ്കിൽ നടക്കണം, തല്ലണം അവനെ എന്ന് തോന്നിക്കുന്നിടത്ത് ഒരു ഫൈറ്റ് വന്നാൽ മാത്രമേ ആ ഫൈറ്റിൻ്റെ ഞാൻ എപ്പോഴും പറയും, ഗംഭീര ഒരു ആക്ഷൻ സീക്വൻസ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ട് അത് ഒരു കാര്യമില്ലാത്തൊരു ഒരു സിറ്റുവേഷനെ കൊണ്ട് പ്ലേസ് ചെയ്താൽ അത് ഗംഭീര ആക്ഷൻ ആണെന്ന് പോലും പ്രേക്ഷകന് തോന്നത്തില്ല. ഇറ്റ് വാസ് എ വെരി ബാഡ് ആക്ഷൻ സീക്വൻസ് എന്ന് they will say because of not how bad the action was. The action might be fantastic, പക്ഷേ what leads up to the action would be absolutely unjustified and zero motivation. കടുവയിൽ I have thought ആക്ഷൻ സീക്വൻസുകളുടെ പ്ലേസ്മെന്റ്സ് ആ രീതിയിൽ ഭയങ്കര ഓർഗാനിക് ആണ്. ഇറ്റ് കംസ് അറ്റ് എ പ്ലോട്ട് പോയിന്റ് വേർ നമുക്ക് അടിയടാ തോന്നുന്ന ഒരു അത് അങ്ങനെ വേണം. അത് അല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ നിൽക്കത്തില്ലല്ലോ, കാണികൾ കണക്ട് ആവണം. അതെ. ആൻഡ് വിവേക് ക്യാൻ ഡു ആക്ഷൻ. അത് ഓഫ് കോഴ്സ് ഇഫ് യു ഫോളോ ഹിസ് ഹിന്ദി ഫിൽമോഗ്രഫി യു വിൽ നോ ദാറ്റ് ഹി ക്യാൻ. പക്ഷേ ഐ ഹാവ് ഷോട്ട് ആക്ഷൻ സീക്വൻസ് വിത്ത് ഹിം. ലൂസിഫറിൽ ഐ ഹാവ് ഷോട്ട് എ സ്മോൾ ആക്ഷൻ സീക്വൻസ് വിത്ത് ഹിം. ആൻഡ് വെൻ ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകളിലെ ആക്ഷൻ കൊറിയോഗ്രാഫിയിൽ ഐ എം വെരി ഡയറക്ട്ലി ഇൻവോൾവ്. അപ്പോൾ ഐ നോ ദാറ്റ് ഹി ക്യാൻ ഡു ആക്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഈ ക്യാരക്ടർ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ വി ന്യൂ ദാറ്റ് ക്ലൈമാക്സിൽ ഒബ്വിയസ്ലി ഈ പ്രൊട്ടാഗണിസ്റ്റും ആൻറ്റഗോണിസ്റ്റും നമ്മളൊരു ഒരു ഫേസ് ഓഫ് എന്തായാലും വേണം. സോ വൺ പ്രീ റെക്വസിറ്റ് വാസ് ഏത് ആക്ടർ ചെയ്താലും ആ ആക്ഷൻ കിടിലമായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു, ഡൂഡ് ദിസ് ക്ലൈമാക്സ് ദിസ് ബിഗ് ആക്ഷൻ
Yeah, man, yeah, we'll do it. And Kanal Kanna Master, കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് കനൽ കണ്ണ മാസ്റ്ററോടെ വർക്ക് ചെയ്യുന്നത്. കനൽ കണ്ണ മാസ്റ്റർ ഓൾസോ വർക്ക് വിത്ത് വിവേക്. മൂപ്പരി കുറെ വർഷം കഴിഞ്ഞൊരു മലയാള സിനിമ കിട്ടിയതിന്റെ കംപ്ലീറ്റ് കാട്ര സാറിനാന്ന് പറയുന്നത്. കനൽ കണ്ണൻ യാറിന് കാട്ര സാറിന് പറഞ്ഞിട്ടാണ് മൂപ്പര് വന്നത്. അപ്പൊ ഒരു എനിക്ക് തോന്നുന്നു കുറെ നാളുകൾക്ക് ശേഷം ഇത്ര എലാബറേറ്റ് ലാർജ് സ്കെയിൽ ആക്ഷൻ സീക്വൻസുകൾ ഈ സിനിമയിലായിരിക്കും കാണുക. In case of an actor, sound is very important factor. So here in Malayalam movie, you are not the one who is dubbing for your character. Correct. So, He should actually. Yeah. so how do you observe yourself as the antagonist of this film from an audience perspective with someone else's voice? You know, that's the thing. When we did Lucifer at that time, when he did such a good job that I felt almost at some points like it was my pilot. And you know, dubbing has matured as an industry so much. From the time that you used to have that set max South Indian movies dubbed in Hindi, really badly dubbed, you know, with hyper pitch voices and caricatures, almost like you're dubbing almost like a cartoon series like that they used to dub it. From that to now, like I was so shocked yesterday, day before yesterday, we were in Hyderabad. The Telugu trailer played and I looked at Prithviraj and said, did you dub it in Telugu? And he was like, no, that's a dubbing artist. He's got my voice so spot on. So the art of getting a voice of a character, in my case, I think it's Vineet, right? In Malayalam, yes. Yeah. And he's done such a great job, man. I mean, for the longest time, everywhere I went, that Todum, people used to say that. And also the thing is, Vineet is a wonderful actor. Yeah, so, you know, he's a great that actor. comes through Emotion. Yeah. I think matching the natural voice of the actor when it's a well-known actor. Like for example, now Amazon Prime, I do a lot of work with them. They called me and they said, you know, we have this very big show in English called Jack Ryan. It's an international show. It's huge. Our problem is we want somebody to play Jack Ryan's voice in Hindi. When you dub it, will you dub it for us? Yeah, wow. And I said, okay. And I went and dubbed season 1, season 2, and now season 3 for them. You know, so it is that kind of collaborative relationships that work. I remember getting a call from and a beautiful, heartfelt note from Jamie Foxx. I mean, he's an Oscar award-winning actor. Yeah. Wow. And he wrote me such a beautiful note, and he sent me a little electro doll. You know, the little, we don't call them dolls, I think they call them action figures. Yes, action figures. Action figure, because I did Electro for him in Spider-Man. So those kind of collaborative relationships are very cool. Like tomorrow, if there's a southern star who doesn't know Hindi and he says, Vic, can you dub for me? I'll do it, you know. And that's the kind of love that you need to build and remove the boundaries, I feel. Collaborative working. ഈ മാസ് മൂവീസ് മാസ് കഥാപാത്രം എന്നൊക്കെ പറയുമ്പോൾ ഇതിനു മുന്നേ മലയാളത്തിൽ ഒരുപാട് ഫാൻ ബേസ് ഉണ്ടാകുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഭരത് ചന്ദ്രൻ IPS ആവട്ടെ, ജോസഫ് അലക്സ് ആവട്ടെ, പൂവളി ഇന്ദുചൂടൻ ആവട്ടെ, ഇത്തരം ക്യാരക്ടേഴ്സ് ഷാജി കല സിനിമകളാണ്. അതെ, ഇപ്പൊ ഇവര് പറയുന്ന ഇപ്പോൾ നീ പോ മോനെ ദിനേശ എന്ന് പറയുന്ന ഡയലോഗ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ പറയുന്ന പല ഡയലോഗുകളും ഇന്ന് അങ്ങേറ്റം സ്ത്രീവിരുദ്ധമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ കയറി കള്ളു കുടിച്ച് കോൺ തെറ്റി വരുമ്പോൾ കാലു മടക്കി തൊഴിക്കിയ ഒരു സ്ത്രീ വേണം, അത്തരം ഡയലോഗുകൾ. ഇന്നത്തെ സൊസൈറ്റി ഒരു പക്ഷേ അന്ന് പറഞ്ഞ ആ ഡയലോഗുകളെ തിരുത്തണമായിരുന്നു, അല്ലെങ്കിൽ ശരിയല്ല എന്ന് സംസാരിക്കുന്ന കൂട്ടത്തിലുമാണ്. ഈ ഒരു ഓഡിയൻസിന് മുന്നിൽ കടുവ പോലൊരു ഈ പറഞ്ഞൊരു മാസ് എന്റർടൈനർ സിനിമ വരുന്നു, ഷാജി കൈലാസ് സിനിമയാണ്. ഇതിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഇതിന്റെ എഴുത്തിന്റെ ഭാഗങ്ങളിലോ എവിടെയെങ്കിലും ഇത്തരം ഡയലോഗുകൾ ബോധപൂർവ്വം ഉണ്ടാകരുത് എന്ന തീരുമാനങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ഈ കഥ നടക്കുന്നത് 90-കളിലാണെങ്കിലും ഈ സിനിമയുടെ എസ്തെറ്റിക്സും ഡിസൈൻ ലാംഗ്വേജും എല്ലാം ഒരു പീരിയോഡിക് ആണെങ്കിലും, കാരണം 90s എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ പീരിയഡ് ഫിലിം ആണെങ്കിലും, ഈ സിനിമ ഒരു മോഡേൺ ഓഡിയൻസിന്റെ മുമ്പിലാണ് നമ്മൾ പ്രദർശിപ്പിക്കാൻ പോകുന്നത് എന്നുള്ള അവയർനെസ് നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുണ്ട്. ആൻഡ് സിനിമയുടെ റെവല്യൂഷൻ ഉണ്ടല്ലോ, ആ എവല്യൂഷന് ഇതൊരു പീരിയഡ് സിനിമയാണെങ്കിൽ പോലും ഇത് സബ്ജക്ട് ടു ദാറ്റ് ആണ്. സോ 90-കളിൽ ഉണ്ടായിരുന്ന ഈ മാസ് സിനിമകളുടെ ഈ വെർബോസ് സ്വഭാവം, വലിയ നെടുനീളൻ ഡയലോഗുകൾ പറഞ്ഞ് പിന്നെ സ്ലോ മോഷനിൽ തിരിഞ്ഞു നടക്കുന്ന നായകൻ എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഇന്നത് അപ്പീലിംഗ് അല്ല ആൾക്കാർക്ക്. ബിക്കോസ് ദ ടൈംസ് ഹവ് ചേഞ്ച്ഡ്, ഹൗ യു സീ ഫിലിംസ് ഹവ് ചേഞ്ച്ഡ്. ആ രീതിയിൽ ഇതൊരു മോഡേൺ സിനിമയാണ്. ഇതിനകത്ത് അങ്ങനെ ഒരു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ട ഡയലോഗുകൾ പറയുന്ന ഒരു സിനിമയല്ല. ദിസ് ഇസ് മോർ അബൌട്ട് ആക്ഷൻ ആൻഡ് ഇവന്റ്സ് ആൻഡ് ഇൻസിഡൻസ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നെടുനീളൻ ഡയലോഗുകളൊന്നും ഇതിൽ കേൾക്കാൻ നിങ്ങൾക്ക് ഇടമുണ്ടാകില്ല. ആൻഡ് ഓൾസോ ബിക്കോസ് ഇറ്റ്സ് എ ഫിലിം ബോൺ ഔട്ട് ഓഫ് മോഡേൺ ടൈംസ് ബട്ട് അബൌട്ട് എ സ്റ്റോറി ദാറ്റ് ഹാപ്പൻസ് ഇൻ ദ 90s. അത്തരം എല്ലാ ഇന്നത്തെ സോഷ്യൽ ഔട്ട്ലുക്കുകളും ഇന്നത്തെ ആൾക്കാരുടെ
പെർസ്പെക്റ്റീവ്സും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു സ്ക്രീൻ പ്ലേ തന്നെയാണ് ഈ സിനിമയുടെ. സോ ഐ ബിലീവ് ആ രീതിയിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഇറ്റ് ഇസ് എ വെരി അപ് ടു ഡേറ്റ് മോഡേൺ ഫിലിം. ഇപ്പോൾ ഇതിനോട് ചേർത്ത് വയ്ക്കുകയാണ്, കടുവ റിലീസാവുന്നത് 5 ഭാഷകളിലാണ്. ഈ പറഞ്ഞ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പാൻ ഇന്ത്യൻ എന്ന ടേമിന്റെ ഒരു പുതിയ പ്ലേസ്മെന്റിൽ കടുവ കൂടി വരുന്നുണ്ട്. 5 ഭാഷകളായിട്ട് സിനിമ റിലീസാവുന്നു. ഇതിനിങ്ങനെ ഒരു സ്വഭാവം കൊടുക്കുമ്പോൾ എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് റിലീസ് ചെയ്യുമ്പോൾ അവിടെയുള്ളവർക്ക് കൂടി ഈ സിനിമയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണമല്ലോ. അത്തരം ചിന്തകളുണ്ടായിരുന്നു. സോ ഇതിന് 2 കാര്യങ്ങളാണ്. ഒന്നുള്ളത്, നമ്മൾ കടുവ ഇനിയിപ്പോൾ 40 തിയേറ്ററിൽ റിലീസായിട്ട് 40 ദിവസങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 35 ദിവസങ്ങൾക്ക് ശേഷം ഏതെങ്കിലും ഒരു OTT സ്ട്രീമിംഗ് സർവീസിൽ വരുമ്പോൾ നിങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ കടുവ മലയാളത്തിൽ കണ്ട് ഇംഗ്ലീഷ് സബ്ടൈറ്റിൽസ് വായിക്കാം, അതല്ലെങ്കിൽ ഓഡിയോ ട്രാക്കിൽ നിങ്ങൾക്ക് 5 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷ സെലക്ട് ചെയ്യാം ഓൺ ദി സ്ട്രീമിംഗ് സർവീസ്. സോ വൈ കാണ്ട് യു ഹാവ് ദാറ്റ് ഓപ്ഷൻ ഓൺ ദ ബിഗ് സ്ക്രീൻ? യുനോ, ഇപ്പോൾ ഹൈദരാബാദിലൊരു മൾട്ടിപ്ലെക്സിൽ 5 ഷോ കടുവ ഉണ്ടെങ്കിൽ why can't you have the option of choosing, do you want to watch the Malayalam show with subtitles or do you want to watch the Telugu show? So I believe that like the end user of a streaming service has that option, the audience that make the effort to go to the big screen should also have that option. That is one part of it. Secondly, idan any norm, you know. To quote an example, തെലുങ്കിലോ കന്നഡയിലോ ഹിന്ദിയിലോ ഒരു വലിയ സിനിമ റിലീസാകുമ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളിലും ഇവിടുത്തെ പത്രങ്ങളിലും എല്ലാം അത് വാർത്തയാകുന്നില്ലേ? നിങ്ങളെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യുന്നില്ലേ? ഇനിയും വരും കാലങ്ങളിൽ വലിയ മലയാള സിനിമകൾ റിലീസാകുമ്പോൾ അവിടുത്തെ മാധ്യമങ്ങളിൽ വാർത്ത വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടുത്തെ ന്യൂസ് ചാനലുകളിൽ അത് വാർത്തയാകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അത് കടുവയ്ക്ക് വേണ്ടി ഉണ്ടാകുന്നൊരു പ്രോസസ്സല്ല ഇത്. ഞാൻ കടുവയിൽ തുടങ്ങി ഇനി നിരന്തരം സംഭവിക്കുമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഐ വോണ്ട് ടു ബിൽഡ് എ റിലേഷൻഷിപ്പ് വിത്ത് മീഡിയ എവ്രിവെയർ. മലയാള സിനിമ ഇറങ്ങുമ്പോൾ നിങ്ങളെല്ലാവരും അതിനെ പ്രൊമോട്ട് ചെയ്യണം, നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഞാൻ എല്ലാ സിറ്റീസിലെയും പ്രസ് മീറ്റിൽ പോയിട്ട് ഞാൻ അവസാനം പറഞ്ഞ ഇതാണ്, അടുത്ത് ഇതുപോലെ വരുന്ന എൻ്റെ ഒരു മലയാള സിനിമ ആയിരിക്കില്ല, ചിലപ്പോൾ വേറൊരാളുടെ മലയാള സിനിമ ആയിരിക്കും. അന്ന് നിങ്ങളെല്ലാവരും ഈ സപ്പോർട്ട് തരണം. അന്ന് നിങ്ങൾ ഇതേപോലെ മലയാള സിനിമ വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ റിപ്പോർട്ടിങ്ങും നിങ്ങൾ പ്രസ് മീറ്റും എല്ലാം, ഞാൻ എല്ലാവരോടും ഞാൻ പറഞ്ഞത്. സോ I hope this is a start of a process where now this becomes the norm, that all big Malayalam films will have to do this multi-city. ഇത്തവണ സമയം പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ്. അല്ലെങ്കിൽ അടുത്ത പടം മുതൽ I want to do the northern circuit also. I want to do Bombay, അതും ചെയ്യണം. I would like to do Vizag. അതുകൊണ്ട് ഇത് ചെയ്തത് കൊണ്ട് ഇത്ര കോടി രൂപ കൂടുതൽ കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും അല്ല. വി ആർ ബെറ്റർ ബിസിനസ്മെൻ ദാൻ ദാറ്റ്. നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുള്ള ആൾക്കാരാണ്. ബട്ട് ദിസ് ഇസ് എ ടെംപ്ലേറ്റ് ദാറ്റ് ഐ ബിലീവ് ഷുഡ് ബി സെറ്റ് ആസ് എ ന്യൂ നോം. ഇറ്റ്സ് എൻ എഫേർട്ട് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദാറ്റ്. അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഹോംബാലെ ഫിലിംസിന്റെ മലയാളത്തിലെ പ്രൊഡക്ഷൻ വെഞ്ചറായിട്ട് ടൈസൺ അനൗൺസ് ചെയ്തിരുന്നു. ഫിലിം മേക്കറായിട്ടും പ്രധാന കഥാപാത്രമായിട്ടും പൃഥ്വിയാണ് വരുന്നത്. ഈ അവസരത്തിൽ ടൈസനെ പറ്റി എന്താണ് പറയാൻ സാധിക്കുന്നത്? ഇറ്റ്സ് ടു ഏർലി ടു സിനിമയുടെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറയാൻ. ഹോംബാലെ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം ആദ്യം എന്നെ അപ്രോച്ച് ചെയ്ത വലിയ പ്രൊഡക്ഷൻ ഹൗസസിൽ ഒരു കമ്പനിയായിരുന്നു ഹോംബാലെ. അവർ കൊച്ചിയിൽ വന്ന് വിജയും കാർത്തിക്കും എല്ലാവരും ഹാഡ് കം ആൻഡ് മെറ്റ് മീ ആൻഡ് സെഡ് വി വുഡ് ലൈക്ക് ടു ഡു എ ഫിലിം വിത്ത് യു എന്ന്. അതിനുശേഷമാണ് KGF 2 ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നത്. ഈ KGF 2 നമ്മുടെ അസോസിയേഷൻ 2 പേർക്കും അത്രയും ഗുണകരമായതുകൊണ്ടും ദേ വർ ഓൾസോ വെരി ഹാപ്പി, ഐ ഓൾസോ വെരി ഹാപ്പി. വീണ്ടും അവർ ചോദിച്ചു, സോ വാട്ട് അബൌട്ട് അവർ പ്രോജക്റ്റ് എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറേ നാളായിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. എൻ്റെ മനസ്സിൽ ലൈക്ക് ലൂസിഫർ അല്ല, ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫിലിം. ബട്ട് ഐ എം നോട്ട് ഗോയിങ് ടു സേ ഈ സ്ഥിരം പറയുന്ന കുഞ്ഞു പടം ഞാൻ പറയുന്നില്ല. അതൊരു ഇപ്പോൾ ഒരു ആക്ഷൻ സോഷ്യൽ ത്രില്ലറാണ്. ആൻഡ് the story itself has sort of multiple topographies, multiple places, locations, and yeah, it was എനിക്ക് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഉപയോഗിച്ച് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു സിനിമയാണ്. വാട്ട് ഐ എം റിയലി ഹാപ്പി അബൌട്ട് വിത്ത് വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ്, ഇപ്പോൾ എൻ്റെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിൻ്റെ ഹോംബാലെ ആയിട്ടുമായിട്ടുള്ള അസോസിയേഷൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഹോംബാലെ ഈസ് നൗ കമ്മിങ് ടു മലയാളം അല്ലേ. ദേ ആർ മേക്കിംഗ് എ ഫിലിം ഫ്രം മലയാളം ആൻഡ് ടേക്കിംഗ് ഇറ്റ് across India. I would love it if tomorrow Prithviraj Productions can do a Kannada film. Naala Rajkamal International, if they produce a Malayalam film, that is great. I would want us to go and do a Tamil film. I have just produced a Hindi film. We finished shooting. Akshay Kumar sir and Imran Hashmi has just finished shooting for the film. I keep telling Karan, Dharma should come and do a Malayalam film. That is the future. That is where we should go. Adinte oru bhagamayittanu idellam. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും. Thank you.